കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 23 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിരുന്നു, അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നന്നായിട്ട് കുറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗൈസ്, നമ്മൾ എങ്ങനെ പോയാലും 2 ചാപ്റ്റേഴ്സ് വെച്ച് ഈച്ച് ആൻഡ് എവറി ഡേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ തന്നേക്കണം. അതേപോലെ തന്നെ ഈ ഒരു ഡിസംബർ അവസാനത്തിനുള്ളിൽ ഒരു 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എത്തുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് നോക്കിയേക്കാം. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് ടെസ്സായിട്ട് ആകെപ്പാട് മൂടോട്ടിട്ടിരിക്കുവാണ്. ആ ടൈമിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല രസ്യ, നിനക്കിത് എന്തു പറ്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജയിച്ച്, പക്ഷേ എങ്കിലും 10 പേരെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? അച്ചുടാ, നമ്മുടെ പ്രിൻസസിൻ്റെ ആ ഒരു കെയർനെസ്സും ആ ഒരു കൈൻഡ്നെസ്സൊക്കെ നോക്കിയാൽ പാവമുണ്ട്. ഡാഡാ, നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ആ ടൈമിൽ അവളും പറയുന്നുണ്ട്, അങ്ങനെ പറയണ്ട, നമ്മൾ ജയിച്ചില്ലേ, അതിലുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവിടെ നന്നായിട്ട് തന്നെ നിന്നില്ലേ? അത് ശരിയാണ് ടെസിയ, ഇതൊരു യുദ്ധമല്ലേ? ഈ യുദ്ധത്തിന് ഒരു റിസ്ക് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല, ഉള്ള എല്ലാ സോൾജേഴ്സിനെ രക്ഷിക്കുന്നത് അത് ഇമ്പോസിബിൾ അല്ലേ? നീ പറഞ്ഞ ശരിയാണ്, നമുക്ക് എല്ലാവരെയും ഒന്നും രക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ എനിക്കൊരിക്കലും അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനോ? അല്ല, നീ പറഞ്ഞത് ആ ആർത്തനെ പറ്റിയാണോ? അത് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും അവൻ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തോണ്ടോ? അവൻ മനുഷ്യൻ തന്നെയാണ്. നീ പറയുന്നത് കേൾക്കാൻ നേരത്തെ തന്നെ അവൻ മനുഷ്യനല്ലെന്നാണ് തോന്നുന്നത്. ചുമ്മാ ഇങ്ങനെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അല്ലല്ലേ, ഇവിടെ ആർക്കെങ്കിലും കുശുമ്പ് കേട്ടോ ആർത്തറിൻ്റെ പേര് വന്നപ്പോൾ? കുശുമ്പോ പിന്നെ കോപ്പാണ്. അങ്ങനെയല്ല, അവൻ കുറച്ച് പോപ്പുലറായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ഉറപ്പാണ് അവൻ അത്യാവശ്യം നല്ല ലുക്കുമാണ് ഈ പൊട്ടനെക്കാട്. ഡി ഗുരുപ്പേ, നീ എൻ്റെ നേരെ വരില്ലേ? ആ ടൈമിൽ തന്നെ ടെസ്റ്റ് പറയുകയും ചെയ്യും. അവൻ കുറച്ച് സ്കേറി ആയിരുന്നു ആദ്യം ഞാൻ അവനെ കണ്ടപ്പോൾ. അല്ല, നീ അവനെ ആദ്യമായിട്ട് കണ്ടത് നിന്നെ അവരെ പിടിച്ചിട്ട് പോയ ആ ഒരു ടൈമിലല്ലായിരുന്ന? ശരിയാണ്, അന്നാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അന്ന് അവൻ എന്നെ രക്ഷിച്ചത് അവൻ്റെ മനസ്സിലെ നന്മ കൊണ്ടൊന്നുമല്ല, അതൊരു ലോജിക്കലുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു ബാഡ് ബോയ് ആണല്ലേ? പിന്നെ എനിക്കത്ര വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. അവനങ്ങനെ അത്ര നല്ലതായിട്ടും എനിക്ക് തോന്നുന്നില്ല. നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞ് സൈറസ് അക്കാഡമിയിൽ ഇൻവെൻഷൻ കഴിഞ്ഞ് അവൻ നിന്നെ ഒന്ന് മര്യാദ ഒന്ന് കാണുകയെങ്കിലും ചെയ്തോ? അങ്ങനെയൊന്നുമില്ല. അവൻ്റെ ഗ്രാൻഡ് പേയുടെ കൂടെ വന്നിരുന്നു. ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. പിന്നെ ട്രെയിൻ ചെയ്യാൻ പോയി, സീക്രട്ടില്ലേ? എനിക്ക് തോന്നണ എന്നറിയാം, അവനിവിടെ പേടിച്ച് ഓടി ഒളിച്ചിരിക്കുവാണ്, മരണത്തിനെ പേടിച്ച്. ഡാർവസ്, നീ കുറച്ച് കൂടുന്നുണ്ട്. അല്ല ഡാർവസ്, നിനക്ക് തെറ്റി. നിനക്ക് ആർത്താറിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ചില സമയങ്ങളിൽ അവൻ അങ്ങനെയാണ്, പക്ഷെ അവൻ ഒരിക്കലും പേടിയിൽ നിന്ന് ഓടി മറയുന്നവനല്ല. അവനവൻ്റെ ലൗഡ് വൺസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡിസയർ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അത് അവനിലാണ്. പിന്നെ കോപ്പാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനവിടുന്ന് പോകുന്നുണ്ട്. അല്ല, അവൻ അത്രയ്ക്ക് സ്ട്രോങ്ങറാണോ? അത്രയും ടഫുണ്ടോ? പിന്നെ അല്ലാതെ അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. അല്ല, അവനെ കാണുന്നത് നീ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരത്തില്ലേ? ഉറപ്പായിട്ട് ഞാൻ സെറ്റാക്കി തരാം. ആൻഡ് ഞാൻ കാത്തിരിക്കുന്നത് അവനെ കാണാനായിട്ടാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ മുന്നിലേക്ക് പോകുന്നതാണ്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അവൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ആ മാനാബിസ്റ്റ് അവരെല്ലാം ആംബുഷ് ചെയ്തത്. എൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കിയിട്ട് ഏകദേശം 100 കണക്കിന് ഗ്രോഡ്സും ഓക്സും ഇവിടെയുണ്ട്. അത് മാത്രമല്ല, അവർ ലാർജറുമാണ്, ഡേഞ്ചറസുമാണ്. സോ ഇനി നമ്മൾ ഓരോ ചൂട് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. എല്ലാവരും പ്രിപ്പയർ ആയിട്ടില്ലേ? നിങ്ങൾ തന്നെ വേണം നിങ്ങൾ ഓരോരുത്തരെയും നോക്കാനായിട്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി മുന്നോട്ടെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവിടേക്ക് ഓടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. കാര്യം ഭയങ്കര സൈലൻസ്. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഓരോ മോൺസ്റ്റേഴ്സും മരിച്ച് കിടക്കുമായിരുന്നു. എന്നാൽ ആ ഒരു കാഴ്ച അത്രത്തോളം ബ്രൂട്ടലായതുകൊണ്ട് തന്നെ അത് കണ്ടവർ തന്നെ പേടിച്ചുപോയി. ഈ സമയത്ത് ഡോറസ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ സമാധാനപ്പെടണോ അതോ ഇത് കണ്ട് പേടിക്കണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കോപ്പ് ഇതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഡോറിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ നടന്ന് മുന്നിലെ ആ ഒരു ഡോറിലേക്ക് എത്തുന്നുണ്ട്. ആ ഡോറിൽ ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും പ്രിപ്പയർ ആയിട്ടുണ്ട്, ഫോർമേഷനിലൊക്കെ സെറ്റാക്കി. ആ ടൈമിലാണ് അവൻ പറഞ്ഞത്, അല്ല, ഈ ഡോറ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടില്ല. പെട്ടെന്നാണ് അവൻ വീണ്ടും ആ ടെൻഷൻ കൂടി തുടങ്ങിയത്. ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ആ ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടെ അത് പതുക്കെ ഉന്തി തുറക്കാൻ തുടങ്ങി. അങ്ങനെ അത് തുറന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കാഴ്ച അവർ കണ്ടത്. 100 കണക്കിന് മോൺസ്റ്റേഴ്സ് അവിടെ മരിച്ചിരിക്കുന്നു. അതുങ്ങളെ എല്ലാത്തിനെയും വളരെ ബ്രൂട്ടലായിട്ട് തന്നെയാണ് കൊന്നിട്ടുള്ളത്. അതിലുപരി അവരുടെ ചോര നിലത്തൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അവരെല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. എന്നാൽ ടെസിയക്ക് മാത്രം എന്തോ ഒന്ന് തോന്നി. അവളാട്ടെ പതുക്കെ മുന്നിലേക്ക് നടന്നു. ആ രക്തത്തിലൂടെ കാല് വെച്ച് അവൾ മുന്നിലേക്ക് പതുക്കെ നടന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കി സർപ്രൈസ് ആയിട്ട് അവൾ നിൽക്കുമായിരുന്നു. കാര്യം, ആ മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ മുകളിൽ ഒരാളിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ പേര്
ആർത്തർ എന്നായിരുന്നു. ആർത്തർ, അത് നീയല്ലേ? പെട്ടെന്നായിരുന്നു അവൾ ചാടി അവളുടെ അടുത്തേക്ക് വന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സിൽവി ചാടി വന്ന് ടെസ്സിന്റെ മേത്ത് കേട്ടിട്ടുണ്ട്. സിൽവി ആട്ടേവി തന്നെ ബാക്കിയുള്ളവർ വിളിക്കുന്നുണ്ട്, പ്രിൻസസ് ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഒന്ന് വെയിറ്റ് ചെയ്യ്, അവൾ ഫ്രണ്ടിലാണ്, അവൾ നമ്മുടെ കൂടെ ഉള്ളതാണ്. അല്ല, നീ ആരാണ്? നിന്റെ പേര് പറയുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആർത്തർ നേരെ ചാടി താഴത്തേക്ക് ഇറങ്ങി. ആർത്തറിന്റെ പ്രസൻസ് കുറച്ചധികം പേടിപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും നൈസിലൊന്ന് പേടിച്ച്. അത് മാത്രമല്ല, അവന്റെ ശരീരത്തിൽ വരുന്ന ആ ഒരു ഓറയും അതുപോലെയായിരുന്നു. അവൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു അലയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ജാസ്മിൻ ഹെലനൊക്കെ അവിടേക്ക് ഓടി വരുന്നുണ്ട്. ആർത്തർ, നീ തിരിച്ചു വന്നു. സോ ഇതാണല്ലേ ആർത്തർ, ടെസ് എപ്പോഴും സംസാരിക്കുന്ന ആ ഒരു ആർത്തർ. എല്ലാവരോടെ ആ സമയത്ത് അവന്റെ ചുറ്റിനും കൂടി. പക്ഷേ അല്ല, ഈ ടെസ്സിയൊക്കെ എന്ത് പറ്റി? അവളോട് ഹാപ്പി അല്ലേ അവനെ കണ്ടിട്ട്? പെട്ടെന്നായിരുന്നു അവൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ റീയൂണിയൻ തടസ്സപ്പെട്ടിയാൽ എന്നോട് ക്ഷമിക്കണം, പക്ഷേ കാര്യം പറ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ കേട്ടത് ഞങ്ങളുടെ ഈ ഓപ്പറേഷനിൽ മറ്റാരും വരുത്തില്ല എന്നായിരുന്നല്ലോ, പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, കാര്യം ഞാനിവിടേക്ക് വന്നിട്ട് 1 മണിക്കൂറേ ആയുള്ളൂ. ഞാനിവിടെ ഇരുന്നിട്ട് ഇവിടെ കുറച്ചധികം മാന ബീസ് ഉണ്ടായിരുന്നു. സോ ഞാൻ അതിനെ എല്ലാത്തിനെയും കൊന്നു. എന്ത്? നീ ഒറ്റക്ക് ഇത്രയധികം എസ് ക്ലാസ് ബീസിനെ, അത് മ്യൂട്ടൻ്റ് ഉള്ള ബീസിനെ കൊന്നോ? എന്തേ, വേറെ ആരെങ്കിലും നീ ഇവിടെ കണ്ടോ? ഈ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് സംശയിക്കാൻ തുടങ്ങി. അതൊരു പയ്യനല്ലേ? അത് മാത്രമല്ല, അവനെ എല്ലാത്തിനും കൊന്നു എസ് ക്ലാസ് ബീസിനെ, അത് പോസിബിൾ ആണോ? പക്ഷെ അവൻ്റെ ഔറ ആ ടൈം സ്റ്റാൻഡേർഡ് ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ ഇതിൻ്റെയൊക്കെ കോറോ? അത് എൻ്റെ ബോണ്ട് കുറച്ചധികം നല്ല അപ്പറ്റേറ്റ് ഉള്ളതാണ്. അവളാട്ടെ അതെല്ലാം കഴിക്കുകയും ചെയ്തു. ഈ കൊച്ചു സാധനമോ? അതെല്ലാം കഴിച്ചെന്നോ? അതെ. പെട്ടെന്നായിരുന്നു അവരുടെ പുറകെ കൂടെ ഒരു മാന ബീസ്റ്റ് ഓടി ആർത്തൻ്റെ അടുത്തേക്ക് വന്നത്. എന്നാൽ അവൻ്റെ അടുത്തെത്തിയ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അതിനെ തല അവൻ അരിഞ്ഞു കളഞ്ഞു. അത് തീർച്ച് അവരുടെ കാൽ ചൊട്ടി വന്ന് വീണിട്ടുണ്ട്. ഈ ടൈമിൽ ആർത്തർ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഒരെണ്ണത്തിനെ ഞാൻ മിസ്സാക്കി എന്ന് തോന്നുന്നു. എന്തായാലും ഇനി നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനു മുമ്പ് അറ്റ്ലീസ്റ്റ് ഞാൻ ഫ്രഷായി എന്തെങ്കിലും കഴിച്ചോട്ടെ. ടിൻ ഹോൺസ് ഞാൻ അവനെ വൗച്ചർ ചെയ്യുന്നുണ്ട് ലീഡർ, അവനെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് എന്തായാലും ബാക്കിലേക്ക് പോകാം. അവനെന്തായാലും ട്രബിളൊന്നുമില്ല. ശരിയാണ്, അവൻ ഞങ്ങളുടെ അലയും ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ഈ ടൈമിൽ അവൻ പതുക്കെ നടന്ന് ടെസ്സിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞിട്ട്, റിയലി താങ്ക്സ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവർ മുന്നിലേക്ക് പോകുന്നതാണ്. അത് ആർത്തർ തന്നെയാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. പക്ഷേ അവനെ കണ്ടതിൽ പിന്നെ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം. കുറച്ച് നാളെ ഞാൻ അവനെ കണ്ടിട്ട്. എന്നാലും ഞാൻ ഉദ്ദേശിച്ച ഒരു റീയൂണിയൻ അല്ലായിരുന്നു ഇവിടെ നടന്നത്. അവൻ്റെ ശരീരഭാഷ കാണുന്നവർ തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ആർത്തർ അവൻ്റെ ഉള്ളിൽ കുറേയധികം സീക്രട്സ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ പുറത്ത് പറഞ്ഞുള്ളൂ. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ ഡോർഗോട്ടെ കംപ്ലീറ്റ്ലി അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ജാസ്മിൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ടെസ്സിന് എന്ത് പറയണമെന്നറിയാൻ മേല. അവൾ ആ പാട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അല്ല, കുറച്ചധികം നാളെയല്ലേ കണ്ടിട്ട് ടെസ്, ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്ത് കേട്ടോ. ഇതും കൂടെ കേട്ടപ്പോൾ ടെസ്സിൻ്റെ കയ്യിൽ നിന്ന് പോയി. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൾ ചാടി ആർത്തറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എടാ പൊട്ട, ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തു. ആ ടൈമിൽ തന്നെ ടെസ് നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. അത് കൊള്ളാം, നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുവാണോ? പിന്നെ ഞാൻ കരഞ്ഞൊന്നുമല്ല, ഞാൻ ശരിക്കും ചേഞ്ച് ചെയ്ത്. എനിക്കത് കാണുന്നത് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാ ഉണ്ട്, എനിക്കെല്ലാം കേട്ടക്കൊള്ളുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ എല്ലാം പറയാൻ നോക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിനെയാണ്. അവനാട്ടെ ആ ക്യാമ്പിങ്ങിൻ്റെ പുറത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഡാർവസ് നടന്ന് പറയും ചെയ്യും, കോപ്പ് അത് കുറച്ച് ആൻറ്റി ക്ലൈമാറ്റിക് ആയിപ്പോയി. പിന്നെ എന്നാലും അടിപൊളിയല്ലേ എന്നാ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും അവിടേക്ക് പോയിട്ടു ഒരാൾക്ക് പോലും ഒരു പരിക്കില്ലാതെ നമ്മൾ തിരിച്ചു വന്നില്ലേ? പിന്നെ അത് പോസിബിളൊന്നുമല്ല. ആർത്തർ അവൻ ഒറ്റക്കല്ലേ? അല്ല, അവൻ എങ്ങനെ ഒറ്റക്കെല്ലാത്തിനും കൊന്നത്? അതെന്തായാലും ചുമ്മാ പറയുവാണ്. ഞാൻ വീണ്ടും കുശുമ്പ് മണക്കുന്നുണ്ട്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ കാര്യമാണ്. അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലെങ്കിലും കുശുമ്പിൻ്റെ മരുന്നൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റാൻഡേർഡ് അവനെ കളിയാക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ ചാടി നീറ്റി എന്നിട്ട് പറഞ്ഞു, എങ്കിൽ നീ കണ്ടോ, ഞാൻ അവനെ ഒരു ഡ്യുവലിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുവാണ്. നിനക്കൊല്ല വട്ടുണ്ടോ? ടെസ്സിയെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അവൻ നല്ല സ്ട്രോങ്ങറാണ് കേട്ടോ, നിനക്കൊന്നും ഒറ്റ കാര്യം കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ ഇതൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഞാൻ നാച്ചുറലി അവനെ കണ്ട് സ്ട്രോങ്ങറാണ്. ഒരു മാൻ ഓഫ് ബീസ്റ്റിന്, അത് എസ് ക്ലാസ് മൂഡിനെ കൊന്നതല്ല പറഞ്ഞത്. നമുക്ക് കാണാം അവൻ എന്തുമാത്രമാണെന്ന്. അവനെ ഞാൻ താഴ്ത്തിരാൻ നേരത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. നീ എന്തായാലും നല്ല മേടിക്കാനാണ് ഈ പോണത്. കോപ്പിയർക്കോ, നീ എൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്, ഞാൻ ആരുടെയും കൂടെയല്ല. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ പറയുന്നത്. അവൻ്റെ കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവൻ ശരിക്കും സ്ട്രോങ്ങറാണെന്ന്. അത് മാത്രമല്ല, ടെസ്സിയെ ഓരോ തവണ അവനെ പറ്റി പറയുന്നത് കേട്ടിട്ടില്ലേ? ടെസ്സിയെ അവളുടെ കുറേ മെമ്മറീസും ഉണ്ട്, അവൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്.
അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഞാനങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് മുട്ടാൻ സാധിക്കുമല്ലോ. ഡാ നായെ എന്ത് വേണം പറഞ്ഞെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഒരു ചെറിയൊരു വഴക്കുണ്ടാക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇവനെപ്പോഴുള്ള ഇവിടെ വരാൻ പോലും പാടില്ല. ഇവൻ്റെയൊക്കെ ഡിഫക്റ്റീവുള്ള മാനക്കോറല്ലേ, അതിനെന്താണ് കുഴപ്പം? എന്നിട്ട് ഞാനൊക്കെ ഫൈറ്റ് ചെയ്യുന്നില്ല. അത് നിന്നെ പോലെ ഒന്നുമല്ല, വേർത്തുള്ള സ്ഥലം നായെ, നിന്നെ പോലെ പ്രൈഡൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുവാണ്. പണ്ടാരെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ വലിച്ചെറിയുകയും ചെയ്യും. എന്നിട്ട് പറയുകയും ചെയ്യും, കോപ്പ് എനിക്കെന്തായാലും ഇതിന് താല്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ പോകും. ആ ടൈമിലാണ് അവർ പറയുന്നത്, അല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നു കേട്ടോ, ഞങ്ങളുടെ മീറ്റിംഗ് അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തരും അതേപോലെ ടെസ്സിയും അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഡാർവോസ് പറയുകയും ചെയ്യും, കറക്റ്റ് സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്. ഞാൻ ഡാർവോസ് കാർലർ, ഫോർത്ത് സൺ ഓഫ് കാർലർ ഹൗസ്, നിന്നെ ഫോർമലി ഒരു ഡ്യുവലിലേക്ക് ചലഞ്ച് ചെയ്യുവാണ്. ആൻഡ് അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.